Hello, good morning. Central Cooperative Bank or District Cooperative Bank എന്ന 5th ചാപ്റ്ററിനകത്ത് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ദ നീഡ് ടു റീറ്റെയിൻ DCBs ഇൻ ദ 3-tier സ്ട്രക്ചർ. The need to retain DCBs in the 3-tier structure. കോപ്പറേറ്റീവ് ബാങ്കിങ് സ്ട്രക്ചർ എന്ന് പറയുന്നത് 3-tier സ്ട്രക്ചറാണ്. 3 ലെവൽസ് ആയിട്ടാണ് കോപ്പറേറ്റീവ് ബാങ്കിങ് സ്ട്രക്ചർ ഉള്ളത്. ഏറ്റവും ബേസ് ലെവൽ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആൻഡ് മിഡിൽ ലെവൽ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ഓർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് ടോപ്പ് ലെവൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ഈ 3-tier സ്ട്രക്ചറിനകത്ത് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് വരുന്നത് അതിൻ്റെ മിഡിൽ ലെവലിലാണ്. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് ഇതാണ്, കോപ്പറേറ്റീവ് ബാങ്കിങ് സ്ട്രക്ചറിലെ ഈ 3-tier സ്ട്രക്ചറിനകത്ത് അതിൻ്റെ മിഡിൽ ലെവലിൽ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളെ ഇതുപോലെ നിലനിർത്തി പോവേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടോ? അതല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കിങ്ങിൻ്റെ 3-tier സ്ട്രക്ചർ എന്നുള്ളത് മിഡിൽ ലെവലിൽ നിന്ന് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളെ ഒഴിവാക്കി 2-tier സ്ട്രക്ചറാക്കി മാറ്റുന്നതിൽ കുഴപ്പമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പം ഈ ഒരു ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളെ ഈ 3-tier സ്ട്രക്ചറിൽ നിന്ന് ഒഴിവാക്കി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കും പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയും മാത്രം മതിയോ? അതല്ല, നിലവിലുള്ള 3-tier സ്ട്രക്ചർ ഏറ്റവും ബേസ് ലെവൽ പ്രൈമറി, മിഡിൽ ലെവൽ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് ടോപ്പ് ലെവൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഇതുപോലെ തന്നെ ഫോളോ ചെയ്ത് പോവേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. സോ ദ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ കൺസിസ്റ്റ് ഓഫ് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി അറ്റ് ദ ബേസ് ലെവൽ, സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് അറ്റ് ഡിസ്ട്രിക്ട് ലെവൽ ആൻഡ് ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് അറ്റ് ദ ടോപ്പ് ലെവൽ. കോപ്പറേറ്റീവ് ബാങ്കിങ് സ്ട്രക്ചർ എന്ന് പറയുന്നത് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയാണ് ഏറ്റവും ബേസ് ലെവലിൽ വരുന്നത് ആൻഡ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് അറ്റ് ഡിസ്ട്രിക്ട് ലെവൽ അല്ലെങ്കിൽ മിഡിൽ ലെവലിൽ വരുന്നത് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ഓർ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് അറ്റ് ദ ടോപ്പ് ലെവൽ, ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. ദർ ഇസ് എ കോൺട്രാസ്റ്റിംഗ് വ്യൂ റിഗാർഡിംഗ് ദിസ് സെറ്റപ്പ്. ഈ ഒരു സെറ്റപ്പിനെ കുറിച്ച് ഒരു കോൺട്രാസ്റ്റിംഗ് വ്യൂ ആണ്, ഇതൊരു തർക്ക വിഷയമായിട്ട് നിൽക്കുകയാണ്. പല ആളുകളും പറയുന്നത് 3-tier സ്ട്രക്ചറിൻ്റെ ആവശ്യമില്ല, 2-tier സ്ട്രക്ചർ മതി. അതായത് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കും മാത്രം മതി, അതിനകത്ത് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ആവശ്യമില്ല. എന്നാൽ പല കമ്മിറ്റികളുടെയും കോപ്പറേറ്റീവ് മേഖലയുമായി ബന്ധപ്പെട്ട പല കമ്മിറ്റികളുടെയും സജഷൻ എന്ന് പറയുന്നത് നിലവിലുള്ള 3-tier സ്ട്രക്ചർ തന്നെ ഫോളോ ചെയ്ത് പോകുന്നതാണ് നല്ലത്. 2-tier സ്ട്രക്ചർ ആക്കിയാൽ അതിൻ്റേതായിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് നിലവിലുള്ള ഈ 3-tier സ്ട്രക്ചർ തന്നെ ഫോളോ ചെയ്ത് പോകുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. നോക്കാം. But several expert committee suggested that the 3-tier structure of cooperative credit as the most suitable one. എന്നാൽ പല ആളുകളും പറയുന്നത് 3-tier സ്ട്രക്ചർ തന്നെയാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു 3-tier സ്ട്രക്ചറിനകത്ത് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളെ അതിൻ്റെ മിഡിൽ ലെവലിൽ നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടോ എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം പോയിന്റ് വൈസിലാ കാര്യങ്ങൾ. ദ ഫോളോയിങ് ആർ ദ നീഡ് ടു റീറ്റെയിൻ DCB ഇൻ ദ മിഡിൽ ഓഫ് ദ കോപ്പറേറ്റീവ് സ്ട്രക്ചർ. കോപ്പറേറ്റീവ് ബാങ്കിങ് സ്ട്രക്ചറിൻ്റെ ആ മിഡിൽ ലെവലിൽ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾ നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതകൾ താഴെ പറയുന്നതാണ്. 1. It is difficult to establish the intimacy and relationship between primary society and state cooperative bank. കോപ്പറേറ്റീവ് ബാങ്കിങ്ങിൻ്റെ 3-tier സ്ട്രക്ചറിൻ്റെ മിഡിൽ ലെവലിൽ നിന്ന് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളെ ഒഴിവാക്കി കഴിഞ്ഞാൽ പ്രൈമറി സൊസൈറ്റിയും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുമാണ് പിന്നീട് ആ സ്ട്രക്ചറിനകത്ത് വരിക. അങ്ങനെ ഒരു ലെവലാണ് 2-tier സ്ട്രക്ചറിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സോ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു എസ്റ്റാബ്ലിഷ് ദ ഇൻറ്റിമസി ആൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈമറി സൊസൈറ്റി ആൻഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കും ഏറ്റവും ബേസ് ലെവലിൽ വില്ലേജ് ലെവലിലുള്ള പ്രൈമറി കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയും തമ്മിൽ ഒരു ഇൻറ്റിമസി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ, നല്ല ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിൽ പരാജയപ്പെടും.
വളരെയധികം ബുദ്ധിമുട്ട് നേരിടും എന്നുള്ളതാണ് ഒന്നാമത്തെ നീഡായിട്ട് പറയുന്നത്. അതുകൊണ്ട് ആ 3 ടയർ സ്ട്രക്ചറിനകത്ത് മിഡിൽ ലെവലിൽ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾ അതുപോലെ തന്നെ നിലനിർത്തി പോവേണ്ടതുണ്ട്. സോ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു എസ്റ്റാബ്ലിഷ് ദ ഇൻറ്റിമസി ആൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈമറി സൊസൈറ്റി ആൻഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കും പ്രൈമറി സൊസൈറ്റിയും തമ്മിൽ ഒരു ഇൻറ്റിമസി അതല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ പരാജയപ്പെടും. അതുകൊണ്ട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളെ അതിൻ്റെ മിഡിൽ ലെവലിൽ നിലനിർത്തേണ്ടതുണ്ട്. ദെൻ സെക്കൻഡ്, the distance between the state cooperative bank and a primary society may lead to lack of coordination in the structure. ആ 3 ടയർ സ്ട്രക്ചറിനകത്ത് നിന്ന് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളെ ഒഴിവാക്കി കഴിഞ്ഞാൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കും പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിയും തമ്മിൽ എന്തുണ്ടാവില്ല, നല്ല രീതിയിലുള്ള ഒരു കോപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പരാജയപ്പെടും. ഇതാണ്. അതുകൊണ്ട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളെ അതിൻ്റെ മിഡിൽ ലെവലിൽ തന്നെ നിലനിർത്തണം. അപ്പോൾ ഒരു കോപ്പറേഷൻ ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളുടെ ഹെഡ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും? സ്റ്റേറ്റിൻ്റെ ഹെഡ് എവിടെയാണോ അവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് തിരുവനന്തപുരത്തായിരിക്കും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഓഫീസ് ഉണ്ടായിരിക്കുക. എന്നാൽ പ്രൈമറി സൊസൈറ്റി പ്രവർത്തിക്കുന്നത് എവിടെയാണ്? ഏറ്റവും ബേസ് ലെവലായിട്ടുള്ള വില്ലേജ് ലെവലിലാണ്. അപ്പോൾ വില്ലേജ് ലെവലിൽ പ്രവർത്തിക്കുന്ന പ്രൈമറി സൊസൈറ്റിയും സ്റ്റേറ്റ് ലെവലിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കും തമ്മിൽ ഒരു കോഓപ്പറേഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു കോർഡിനേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് സെക്കൻഡ് പോയിന്റ്. ദെൻ തേർഡ്, ദ ഡിസ്ട്രിക്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഓൾ സെക്ടേഴ്സ്. സോ ദ ഡിസ്ട്രിക്ട് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് നെസസറി എന്നാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് നെസസറി ഇൻ ദ കോഓപ്പറേറ്റീവ് ഫീൽഡ് ആൾസോ. എപ്പോഴും ഒരു ഡിസ്ട്രിക്ട് ലെവലിലാണ് നമ്മൾ എല്ലാ തരത്തിലുള്ള പ്ലാനിങ്ങും അഡ്മിനിസ്ട്രേഷനും ഒക്കെ നടത്തുക. മലപ്പുറം ജില്ലയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും അതിൻ്റെ പ്ലാനിങ്ങും അഡ്മിനിസ്ട്രേഷനും എല്ലാ കാര്യങ്ങളും നടത്തുക ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സിലാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ ഹെഡ് എന്നുള്ള രീതിയിൽ അതല്ലെങ്കിൽ അതിൻ്റെ പ്ലാനിങ്ങും അഡ്മിനിസ്ട്രേഷനും കൃത്യമായിട്ട് നടത്തണമെങ്കിൽ ഒരു ഡിസ്ട്രിക്ട് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവശ്യമാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുക, കോപ്പറേറ്റീവ് മേഖലയിലല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും എടുത്തു കഴിഞ്ഞാലും ഡിസ്ട്രിക്ട് ലെവലിലാണ് അതിൻ്റെ പ്ലാനിങ്ങും അഡ്മിനിസ്ട്രേഷനും എല്ലാം നടന്നു മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് കോപ്പറേറ്റീവ് മേഖലയിലും ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾ അതുപോലെ നിലനിർത്തി പോവേണ്ടതുണ്ട്. ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളെ അതിൻ്റെ മിഡിൽ ലെവലിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് ലെവലിലുള്ള പ്ലാനിങ്ങും അഡ്മിനിസ്ട്രേഷനും നടത്താൻ പ്രയാസമായിരിക്കും. ദെൻ ഫോർത്ത്, ദ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് വിൽ ബി highly helpful in the promotion and development of other type of cooperative institution in the district. This may be difficult when the present pattern is changed. നമ്മൾ നിലവിൽ ഫോളോ ചെയ്യുന്നത് 3 ടയർ സ്ട്രക്ചറാണ്. ആ നിലവിലുള്ള 3 ടയർ സ്ട്രക്ചറിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് വിൽ ബി ഹൈലി ഹെൽപ്ഫുൾ ഇൻ ദ പ്രൊമോഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് അതർ ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു ജില്ലക്കകത്ത് വരുന്ന എല്ലാ തരത്തിലുള്ള പ്രൈമറി ലെവലിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും ആവശ്യമായിട്ടുള്ള സഹായം ചെയ്യുന്ന ബാങ്കാണ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജില്ലക്കകത്ത് വരുന്ന എല്ലാ പ്രൈമറി ലെവലുള്ള സൊസൈറ്റികൾക്കും ആവശ്യമായിട്ടുള്ള സഹായം ചെയ്യുന്ന ഒരു ബാങ്ക് എന്നുള്ള രീതിയിൽ എന്തു വേണം? ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളെ ആ ഒരു മിഡിൽ ലെവലിൽ തന്നെ നിലനിർത്തണം. അവിടെ നിന്ന് ആ ഡിസ്ട്രിക്ട് ലെവലിൽ നിന്ന് അതല്ലെങ്കിൽ മിഡിൽ ലെവലിൽ നിന്ന് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളെ മാറ്റിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ആ ഒരു പ്രസൻറ്റ് പാറ്റേൺ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ തരത്തിലുള്ള അതർ ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ ഡിസ്ട്രിക്റ്റ്, ഒരു ഡിസ്ട്രിക്റ്റിനകത്ത് വരുന്ന എല്ലാ തരത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെയും പ്രൊമോഷനും അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റിനും അതെന്ത് ചെയ്യും? ബാധിക്കും. അതുകൊണ്ട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളെ അതിൻ്റെ മിഡിൽ ലെവലിൽ തന്നെ നിലനിർത്തി പോകണം. പ്രസൻറ്റ് പാറ്റേൺ ചേഞ്ച് ചെയ്യുന്നതല്ല ഉചിതം എന്നാണ് ഫോർത്ത് പോയിൻറ്റും പറയുന്നത്. ദെൻ ഫിഫ്ത്ത് പോയിൻറ്റ്, ഇഫ് ദ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ ടു ബി അബോളിഷ്ഡ്, the state cooperative bank will have to establish large number of branches in the district and employ a large number of persons for its working. This may lead to increase the expenditure.
ത്രീ ടയർ സ്ട്രക്ചറിൽ നിന്ന് അതിൻ്റെ മിഡിൽ ലെവലിൽ നിന്ന് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളെ അബോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ, എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളുടെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾ നേരിട്ട് ഒത്തിരി ബ്രാഞ്ചസ് എല്ലാ ഏരിയയിലും എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരുപാട് ബ്രാഞ്ചസ് സ്റ്റേറ്റിനകത്ത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എക്സ്പെൻഡിച്ചറാണ്. ബ്രാഞ്ചസ് മാത്രം ഓപ്പൺ ചെയ്താൽ പോരാ, ലാർജ് നമ്പർ ഓഫ് പേഴ്സൺസിന് എന്ത് ചെയ്യേണ്ടി വരും, അവിടെ എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ട് നിയമിക്കേണ്ടി വരും. അപ്പോൾ ഒത്തിരി എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒത്തിരി ആളുകളെ നിയമിക്കണം, ജോലിക്ക് വേണ്ടി ഒത്തിരി ബ്രാഞ്ചസ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾ അതിൻ്റെ മിഡിൽ ലെവലിൽ നിന്ന് പോയി കഴിഞ്ഞാൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് വലിയ എക്സ്പെൻഡിച്ചറായി മാറും. അതുകൊണ്ട് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾ അതിൻ്റെ മിഡിൽ ലെവലിൽ തന്നെ നിലനിർത്തണം. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ദ സ്കെയിൽ ആൻഡ് സ്റ്റാറ്റസ് ഓഫ് ദ സ്റ്റാഫ് ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് വിൽ ബി യൂഷ്വലി ഹയർ ദാൻ ദോസ് ഓഫ് ദ എംപ്ലോയീസ് ഓഫ് ദ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്. ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളുടെ അപ്പർ ബാങ്കാണ്, അതല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്ന തലത്തിലുള്ള ബാങ്കാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. അതുകൊണ്ട് തന്നെ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളെ അതിൻ്റെ മിഡിൽ ലെവലിൽ നിന്ന് മാറ്റി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾ വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾ ഒരുപാട് ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യണം, ഒരുപാട് ആളുകളെ ജോലിക്ക് വേണ്ടി നിയമിക്കണമെന്ന് പറഞ്ഞു. കമ്പാരിറ്റീവ്ലി ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളെക്കാൾ ഉയർന്ന തലത്തിലുള്ള ഒരു ബാങ്കാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നുള്ളത് കൊണ്ട് തന്നെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ സ്കെയിൽ ഓഫ് പേ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളുടെ തൊഴിലാളികളെക്കാൾ അല്ലെങ്കിൽ എംപ്ലോയീസിനേക്കാൾ കൂടുതലായിരിക്കും. ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിലെ ഒരു അക്കൗണ്ടൻറ്റിന് 50,000 ആണ് കൊടുക്കുന്നതെങ്കിൽ അതിനേക്കാൾ അപ്പർ ലെവലിലുള്ള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലെ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിക്ക് അതല്ലെങ്കിൽ ഒരു അക്കൗണ്ടൻറ്റിന് എന്തായിരിക്കും സ്കെയില്, 50,000-നേക്കാൾ കൂടുതൽ കൊടുക്കേണ്ടി വരും. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അയാളുടെ സാലറി എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിനേക്കാൾ ഉയർന്ന തലത്തിലുള്ള ബാങ്ക് ആയതുകൊണ്ട് അവരുടെ സാലറിയിൽ മാറ്റമുണ്ടാവും, അതുപോലെ തന്നെ സ്റ്റാറ്റസിൽ മാറ്റമുണ്ടാവും. അപ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, ടു ക്രിയേറ്റ് സോ മെനി പ്രോബ്ലംസ്, അതൊരുപാട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളെ അതിൻ്റെ മിഡിൽ ലെവലിൽ തന്നെ നിലനിർത്തണം. ദ നെക്സ്റ്റ് പറയുന്നത്, അബോളിഷിംഗ് ഓഫ് ദ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് വിൽ അഫക്റ്റ് ദ ഡെമോക്രാറ്റിക് സെറ്റപ്പ് ഓഫ് ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഡെമോക്രാറ്റിക് സെറ്റപ്പിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പിനെ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളെ അതിൻ്റെ മിഡിൽ ലെവലിൽ നിന്ന് മാറ്റിയാൽ ബാധിക്കും. അതുകൊണ്ട് ആ ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പ് നിലനിർത്തി പോകുന്നതിന് വേണ്ടിയിട്ട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളെ അതിൻ്റെ മിഡിൽ ലെവലിൽ തന്നെ നിലനിർത്തി പോവേണ്ടതുണ്ട്. ദെൻ ലാസ്റ്റ്, ദർ വിൽ ബി ഡിലേ ഇൻ സാങ്ഷനിങ് ലോൺസ് ആൻഡ് ക്രിയേറ്റ് വേരിയസ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രോബ്ലംസ്. മിഡിൽ ലെവലിൽ നിന്ന് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളെ മാറ്റുന്നതോടുകൂടി ഒരു വലിയ ഗ്യാപ്പ് പ്രൈമറി സൊസൈറ്റിയും അതുപോലെ തന്നെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കും തമ്മിൽ വരും. അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്യാപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് ഡിലേസും ഇതിനകത്ത് വരും. ഒരു ലോൺ സാങ്ഷൻ ആക്കണമെങ്കിൽ പ്രൈമറി സൊസൈറ്റിയിൽ നിന്ന് പിന്നീട് അതിൻ്റെ ഹെഡ് ഓഫീസ് ആയിട്ടുള്ള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് പോവണം. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് സാങ്ഷൻ ആക്കിയാൽ മാത്രമേ ലോണ് സാങ്ഷനാക്കി കൺസ്യൂമേഴ്സിന് അതല്ലെങ്കിൽ അതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഉപഭോക്താവിന് നൽകാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ എന്ത് വരുന്നുണ്ട്, ലോൺ സാങ്ഷൻ ആക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കും എല്ലാം ഉള്ള ഡിലേ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പ്രോബ്ലംസും അവിടെ ക്രിയേറ്റ് ചെയ്യാം. അതുകൊണ്ട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളെ അതിൻ്റെ മിഡിൽ ലെവലിൽ തന്നെ നിലനിർത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് നിങ്ങളൊന്ന് ഓർക്കുക. ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളെ അതിൻ്റെ മിഡിൽ ലെവലിൽ നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകത എന്ത്, അങ്ങനെ ഒരു ആവശ്യകത എന്ത് എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചോദിക്കുന്നത്. സോ ദ നീഡ് ടു റീറ്റെയിൻ ദ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് അറ്റ് ദ മിഡിൽ ലെവൽ. കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ മിഡിൽ ലെവലിൽ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളെ നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടോ എന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ, സോ ദ ഫോളോയിങ് ആർ ദ ഇമ്പോർട്ടൻറ്റ് നീഡ്സ് ടു റീറ്റെയിൻ ദ DCBs അറ്റ് ദ മിഡിൽ ലെവൽ. മിഡിൽ ലെവലിൽ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളെ നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകത താഴെ പറയുന്നതാണ്. ഒന്നാമത് നമ്മൾ എന്താ പറഞ്ഞത്, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളെ
മിഡിൽ ലെവലിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളും പ്രൈമറി സൊസൈറ്റിയും തമ്മിലുള്ള ഇൻറ്റിമസി അതല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ അത് ബാധിക്കും. അവിടെ അത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾ അവിടെ തന്നെ നിലനിർത്തണം. മറ്റൊന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളെ മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈമറി സൊസൈറ്റിയും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കും തമ്മിലുള്ള ഓപ്പറേഷൻ അതല്ലെങ്കിൽ അവർ തമ്മിലുള്ള ആ ഒരു കോർഡിനേഷൻ ലാക്ക് ഓഫ് കോർഡിനേഷൻ ഉണ്ടാവും. ഓക്കെ, കോർഡിനേഷൻ ബുദ്ധിമുട്ടായിരിക്കും. മറ്റൊരു കാര്യം പറയുന്നത് ദ ഡിസ്ട്രിക്റ്റ് ഈസ് ദ യൂണിറ്റ് ഓഫ് പ്ലാനിങ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഒരു ജില്ലയാണ് എല്ലാ തരത്തിലുള്ള പ്ലാനിങ്ങുകളുടെയും അഡ്മിനിസ്ട്രേഷൻ്റെയും ആസ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് കോപ്പറേറ്റീവ് മേഖലയിലും അതിൻ്റേതായിട്ടുള്ള ഡിസ്ട്രിക്ട് ലെവലിലുള്ള പ്ലാനിങ്ങും അഡ്മിനിസ്ട്രേഷനും മറ്റു കാര്യങ്ങളും നടത്തുന്നതിന് വേണ്ടി ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളെ അതുപോലെ തന്നെ നിലനിർത്തണം. ദെൻ മറ്റൊന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് will be highly helpful in promotion and development of other types of cooperative institution. കോപ്പറേറ്റീവ് മേഖലയിലുള്ള പ്രൈമറി ലെവലിലുള്ള ഒത്തിരി ഓർഗനൈസേഷനുകളുണ്ട്. പോൾട്രി സൊസൈറ്റി, ഡയറി സൊസൈറ്റി, ദെൻ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി, മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, റബ്ബർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഇങ്ങനെ വരുന്ന ഒരുപാട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഏറ്റവും ബേസ് ലെവലിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും ആവശ്യമായിട്ടുള്ള സഹായം നൽകുന്നതിന് വേണ്ടി ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ അതിൻ്റെ മിഡിൽ ലെവലിൽ തന്നെ നിലനിർത്തേണ്ടതുണ്ട്. ഈ ഒരു പ്രസൻറ്റ് പാറ്റേൺ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ബുദ്ധിമുട്ടായിരിക്കും. ദെൻ മറ്റൊന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളെ ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് കൂടുതൽ ബാധ്യതയുണ്ടാവും. കാരണം ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾ അതിൻ്റെ മിഡിൽ ലെവലിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് എല്ലാ ജില്ലകളിലും ഒത്തിരി ബ്രാഞ്ചസ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ബ്രാഞ്ചസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതോടൊപ്പം അതിലേക്ക് ആവശ്യമായിട്ടുള്ള പുതിയ എംപ്ലോയീസിനെയും നിയമിക്കേണ്ടി വരും. അത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന് വലിയ തോതിലുള്ള ബാധ്യതയായിരിക്കും. പിന്നീട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളെക്കാൾ കൂടുതൽ പേയ്മെൻറ്റും അവരുടെ സ്റ്റാറ്റസും എന്തായിരിക്കും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്ക് കൂടുതലായിരിക്കും. അതും കൂടുതൽ ഉത്തരവാദിത്വം അതല്ലെങ്കിൽ കൂടുതൽ ബാധ്യത സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിനുണ്ടാക്കും. അതുകൊണ്ട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾ അതിൻ്റെ മിഡിൽ ലെവലിൽ തന്നെ നിലനിർത്തണം. മറ്റൊന്ന് പറയുന്നത് അബോളിഷിംഗ് ദ DCBs വിൽ എഫക്റ്റ് ദ ഡെമോക്രാറ്റിക് സെറ്റപ്പ്. നിലവിലുള്ള ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിന് ഇല്ലാതാവും. അതുകൊണ്ട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളെ അതിൻ്റെ മിഡിൽ ലെവലിൽ തന്നെ നിലനിർത്തണം. പിന്നീട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾ അതിൻ്റെ മിഡിൽ ലെവലിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ലോൺ സാങ്ഷൻ ആക്കുന്നതിലും അഡ്മിനിസ്ട്രേഷൻ പ്രോബ്ലംസും ഒത്തിരി ഉണ്ടാവും. അതുകൊണ്ട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളെ അതിൻ്റെ മിഡിൽ ലെവലിൽ തന്നെ നിലനിർത്തേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് മറ്റൊരു ടോപ്പിക്കാണ് 5th ചാപ്റ്ററിനകത്ത് വരുന്ന ഒരു പർട്ടിക്കുലർ ഫണ്ടാണ് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. Subsidiary State Partnership Fund. So this fund is maintained and utilized by the District Cooperative Bank with the money received from the State Cooperative Bank. ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പിലാണ് നിലവിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ സ്ട്രക്ചർ നിലനിൽക്കുന്നതും പ്രവർത്തിച്ചു പോകുന്നതും. നമുക്കറിയാം ഏറ്റവും ബേസ് ലെവൽ പ്രൈമറി സൊസൈറ്റി, മിഡിൽ ലെവൽ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് ടോപ്പ് ലെവൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. അപ്പോൾ ഏറ്റവും ടോപ്പിലുള്ള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് അതിന് താഴെയുള്ള ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിന് ആവശ്യമായിട്ടുള്ള സഹായം നൽകും. അപ്പോൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് അതിന് താഴെ വരുന്ന പ്രൈമറി സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള സഹായം നൽകും. ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ പോകുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് നൽകുന്ന ഫണ്ടിനെയാണ് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയുന്നത്. നോക്കാം. ദിസ് ഫണ്ട് ഈസ് മെയിൻറ്റെയിൻ ആൻഡ് യൂട്ടിലൈസ്ഡ് ബൈ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്. ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾ മെയിൻറ്റെയിൻ ചെയ്യുകയും യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഫണ്ടാണ് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. സോ വിത്ത് ദ മണി റിസീവ്ഡ് ഫ്രം ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ആ ഫണ്ടിന് ആവശ്യമായിട്ടുള്ള പണം ആരാ നൽകുന്നത്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. അപ്പോൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് നൽകുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾ മെയിൻറ്റെയിൻ ചെയ്യുകയും യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഫണ്ടാണ് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. ഈ ഫണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾ ഉപയോഗിക്കുക? ദിസ് ഫണ്ട് ഈസ് മെയിൻലി യൂട്ടിലൈസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് പർച്ചേസിംഗ് ഓഫ് ഷെയർസ് ഇൻ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ് വിത്ത് ലിമിറ്റഡ് ലാബിലിറ്റി ബേസിസ്. ലിമിറ്റഡ് ലാബിലിറ്റി ബേസിസിൽ ഏറ്റവും
പ്രൈമറി ലെവലിലുള്ള പ്രൈമറി കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റികളുടെ ഷെയർസ് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾ ഈ ഫണ്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊരു സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് അവിടെ നിങ്ങൾ ഓർക്കണം. എന്താണ് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്? ഇമ്പോർട്ടൻ്റ് ആണിത്. എന്താണ് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്? ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾ മെയിൻറ്റെയിൻ ചെയ്യുകയും യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യുന്ന ഫണ്ടാണ് വിത്ത് ദ മണി റിസീവ്ഡ് ഫ്രം ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾ യൂട്ടിലൈസ് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഫണ്ടാണ്. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് ടോപ്പിക്കാണ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്നുള്ള 5th ചാപ്റ്ററിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ് പ്രോബ്ലംസ്. ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾ അല്ലെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾ നേരിടുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്? 4 പ്രോബ്ലംസ് ആണ് നമ്മുടെ ടെസ്റ്റിനകത്ത് പറയുന്നത്. ഒന്നാമത്തെ deposit mobilization. In order to compare other commercial banks, the management of Central Cooperative Bank is not efficient for deposit mobilization. ഒന്നാമത്തെ കാര്യം പറയുന്നത് ഡെപ്പോസിറ്റ് മൊബിലൈസേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഇൻ ഓർഡർ ടു കമ്പയർ അതർ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, മറ്റ് കൊമേഴ്ഷ്യൽ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ മറ്റ് കൊമേഴ്ഷ്യൽ ബാങ്കുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയുമ്പോൾ SBI പോലുള്ള കൊമേഴ്ഷ്യൽ ബാങ്കുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കൊമേഴ്ഷ്യൽ ബാങ്കുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കോപ്പറേറ്റീവ് ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം എന്തില്ല, ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് നടത്താൻ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് അതല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, നോട്ട് എഫിഷ്യൻറ്റ് ഫോർ ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ. സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് മറ്റ് കൊമേഴ്ഷ്യൽ ബാങ്കുകളെ പോലെ ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രോബ്ലം ആയിട്ട് പറയുന്നത്. രണ്ടാമത്തെ കാരണം എന്തായിരിക്കും? ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾ എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രിക്റ്റിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ബാങ്കുകളാണ്. അതുകൊണ്ട് തന്നെ ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ കൊമേഴ്ഷ്യൽ ബാങ്കുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പം നോട്ട് ഇഫക്റ്റീവ് എന്ന് കൊടുക്കുക. ദെൻ സെക്കൻഡ്, കോംപ്ലിക്കേറ്റഡ് പ്രോസസ് ഇൻ അഡ്വാൻസിങ് ലോൺ. ലോൺസ് അഡ്വാൻസ് ചെയ്ത് കൊടുക്കുന്നതിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ് എന്നുള്ളതാണ്. ദ പ്രോസസ് ഓഫ് അഡ്വാൻസിങ് ലോൺസ് ഫ്രം ദ ബാങ്ക് ടു ദ സൊസൈറ്റി ഈസ് വെരി കോംപ്ലക്സ്. ഈ ഒരു സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം, സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ലോൺസുകൾ അഡ്വാൻസ് ചെയ്ത് കൊടുക്കുന്നതിൽ, ആവശ്യമുള്ള ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ലോൺ അഡ്വാൻസ് ചെയ്ത് കൊടുക്കുന്നതിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണുള്ളത് എന്നുള്ളതാണ് സെക്കൻഡ് പ്രോബ്ലം ആയിട്ട് പറയുന്നത്. തേർഡ്, ഓവർ ഡ്യൂസ് ആണ്. ഒരുപാട് ഓവർ ഡ്യൂസ് വരുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രോബ്ലം. ദ മെമ്പർ സൊസൈറ്റി ഡു നോട്ട് റെഗുലർലി റീപേ ദ ലോൺസ്. സച്ച് ഓവർ ഡ്യൂസ് ക്രിയേറ്റ് സോ മെനി പ്രോബ്ലംസ് ഇൻ ദ സ്മൂത്ത് വർക്കിംഗ് ഓഫ് ദിസ് ബാങ്ക്. സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കുകൾ അതിന് കീഴിലുള്ള പ്രൈമറി സൊസൈറ്റികൾക്കാണ് ആവശ്യമായിട്ടുള്ള വായ്പ നൽകുന്നത്. അപ്പോൾ ഈ പ്രൈമറി സൊസൈറ്റികൾ അവരുടെ എടുത്തിട്ടുള്ള ലോണ് കൃത്യമായിട്ടും തിരിച്ചടക്കണം, മെമ്പർ സൊസൈറ്റീസ്. അപ്പോൾ ഈ മെമ്പർ സൊസൈറ്റീസ് പലതും എന്തെല്ലാം സജീവമായിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന സൊസൈറ്റികളല്ല. വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പ്രോബ്ലംസും മറ്റു മാനേജ്മെൻറ്റ് പ്രോബ്ലംസും ഒക്കെ നേരിടുന്ന സൊസൈറ്റികളായിരിക്കും. അപ്പോൾ ഇവർ ലോൺ എടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് തിരിച്ചടക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള പ്രോബ്ലംസ് വരുന്നുണ്ട്. തിരിച്ചടക്കില്ല എങ്കിൽ അത് ഓവർ ഡ്യൂസ് ആയിട്ട് നിലനിൽക്കും. അത്തരത്തിലുള്ള ഓവർ ഡ്യൂസ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കുകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. മറ്റൊന്ന് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്. സോ ദ മെയിൻ എയിം ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ഈസ് ടു പ്രൊവൈഡ് അസിസ്റ്റൻസ് ആൻഡ് ഗൈഡൻസ് ടു ഇൻക്രീസ് ഓർ ഇംപ്രൂവ് ദ എഫിഷ്യൻസി ഓഫ് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്. ഏറ്റവും ബേസ് ലെവലിലുള്ള പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ പ്രവർത്തനങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക, അതിനാവശ്യമായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുക, അസിസ്റ്റൻസ് കൊടുക്കുക. ഈ ഒരു കാര്യമൊക്കെ വെച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ബട്ട് നൗ, എന്നാൽ ഇറ്റ്സ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഡസ് നോട്ട് അണ്ടർടേക്ക് ദിസ് ആക്ടിവിറ്റി. എന്നാൽ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് വലിയ തോതിലൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു 4 പ്രോബ്ലംസ് നിങ്ങൾ അവിടെ ഓർത്ത് നോക്കുക. ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ, കോംപ്ലിക്കേറ്റഡ് പ്രോസസ് ഇൻ അഡ്വാൻസിങ് ലോൺ, ഓവർ ഡ്യൂസ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്താണെന്ന് പറഞ്ഞു. ദെൻ അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ, ദെൻ ലാബിലിറ്റി, ദെൻ ഒബ്ജക്ട്സ്, ദെൻ ഫണ്ട്, ദെൻ ഫങ്ഷൻസ്, ദെൻ അതിന് ശേഷം
നീഡ് ടു റീറ്റെയിൻ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് അറ്റ് ദ മിഡിൽ ലെവൽ. ദെൻ ലാസ്റ്റ് എന്താണ് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. ദെൻ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്. ഇത്രയും ഉൾക്കൊള്ളുന്നതാണ് 5th ചാപ്റ്റർ. ചെറിയൊരു ചാപ്റ്ററാണ്. നെക്സ്റ്റ് നമ്മൾ 6th ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത് എന്താണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നുള്ളതാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.